പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സുഭാഷിതങ്ങൾ 29:25 ഇങ്ങനെയാണ് പറയുന്നത്: മനുഷ്യ ഭയം ഒരു കെണിയാകുന്നു. അതെ, ഈ കാലഘട്ടങ്ങളിൽ നാം കാണുന്ന ഒരു കാര്യമാണ് ഭയപ്പാടിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന തലമുറ. ഇന്നത്തെ പരീക്ഷ എങ്ങനെ എഴുതും, ഞാൻ ഇന്നെങ്ങനെ ജീവിക്കും, എങ്ങനെ മുന്നോട്ട് പോകും എന്ന പലവിധമായ ചിന്തകളാൽ ഭാരപ്പെട്ട് ഭയത്തിൻ്റെ കെണിക്കകത്ത് തടവറയിൽ വീണ് കിടക്കുന്ന തലമുറകൾ ഇന്ന് വിരളമല്ല. മനുഷ്യൻ ഭയത്തിൽ ജീവിക്കുന്നു. എന്നാൽ ക്രിസ്തുവിൽ വസിക്കുന്നവൻ സമാധാനത്തിൽ ജീവിക്കുന്നു. കാരണം 91 സങ്കീർത്തനത്തിൽ അതിൻ്റെ 14 വാക്യം ഇങ്ങനെ പറയുന്നു: അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. കാരണം ഇതാണ്, ഞാൻ കർത്താവിനോട് പറ്റിയിരിക്കുന്നത് കൊണ്ട് ആമേൻ, അവൻ എന്നെ വിടുവിക്കും. അതേ ദൈവ പൈതലേ, യേശു ക്രിസ്തു ഇന്ന് പകൽ നിൻ്റെ ഭയത്തെ പുറത്താക്കി ഇന്ന് പകൽ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഞാൻ എങ്ങനെ ജീവിക്കും, എങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം നടക്കും, എങ്ങനെ എൻ്റെ ജോലി സ്ഥാപനത്തിൽ എങ്ങനെയാകും എന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ ഇന്ന് പകൽ കർത്താവ് പറയുന്നു, നീ അവനെ അറിഞ്ഞവനാണെങ്കിൽ, അവനിൽ വസിക്കുന്നവനാണെങ്കിൽ, ക്രിസ്തുവിൽ വസിക്കുന്നവനാണെങ്കിൽ ഉറപ്പായി ഞാൻ പറയുന്നു, ഈ കെണികളിൽ നിന്ന് കർത്താവ് നിന്നെ വിടുവിക്കും. കാരണം കർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ് നിന്നെ വിടുവിക്കുക എന്നുള്ളത്. ഭയത്തിൻ്റെ തടവറയിൽ നിന്ന് നിന്നെ ഇന്ന് പകൽ കർത്താവ് പൊക്കിയെടുക്കുകയാണ്. എൻ്റെ കടക്കാരൻ്റെ വീട് മുഴുവനും വളയും. ഇന്ന് പലിശക്കാർക്ക് പണം കൊടുക്കണം. എന്തൊക്കെ രീതികളിൽ ഭയം ബാധിച്ച് രാത്രികളിൽ ഉറങ്ങാതെ എഴുന്നേറ്റിരുന്ന് സമയം കളഞ്ഞവർ ചിലപ്പോൾ എന്നെ ഇത് കേൾക്കുന്നുണ്ടാകും. അവരോട് പറയുന്നു, മനുഷ്യൻ്റെ ഭയം ഒരു കെണിയാണ്. നിന്നെ ഭയപ്പെടുത്തി നേടാം എന്ന് അവൻ ധരിക്കുമ്പോൾ ഇന്ന് പകൽ ഈ വചനം കൊണ്ട് നിൻ്റെ അകത്ത് കയറട്ടെ. അവരെന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. ഈ കെണികളിൽ നിന്ന്, ഈ ഭയത്തിൽ നിന്ന് ദൈവം നിന്നെ ഉയർത്തുന്ന പകലാണ്. ആമേൻ. ഭയപ്പെടുത്തുന്നത് അവൻ്റെ പദ്ധതിയാണെങ്കിൽ വിടുവിക്കുന്നതും ഉയർത്തുന്നതും ശക്തീകരിക്കുന്നതും ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ട് ധൈര്യമായി നീ മുന്നേറ്. അവൻ്റെ കരം നിന്നോട് കൂടെയുണ്ട്. ഗോഡ് ബ്ലസ് യു.